തൻ്റെ പിതാവായ കെ എം മാണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ മെയ്വഴക്കം കുറവാണ് എന്ന വിമർശനം പല ഘട്ടത്തിലും ഉയർന്നു വരാറുണ്ട്. ഈ രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെ അഭാവം ജോസ് കെ മാണിക്ക് രാഷ്ട്രീയത്തിൽ നിരവധി തിരിച്ചടികൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. വിമർശകരും അഭ്യുദയകാംക്ഷികളും ഇത്തരത്തിൽ ഒരു മെയ്വഴക്കം കൂടുതലായി ആർജിക്കണമെന്ന നിലപാട് അദ്ദേഹത്തോട് ആവർത്തിക്കുമ്പോഴും ഈ ശൈലിയിൽ മാറ്റം വരുത്തുവാൻ ജോസ് കെ മാണി തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ ഉദാഹരണമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത പരാജയമുണ്ടായതിനു പിന്നാലെ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കനത്ത പരാജയമുണ്ടായതിനു പിന്നാലെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന ഒരു പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ഉടൻ തന്നെ അത്തരമൊരു നിലപാട് മാറ്റം തങ്ങളുടെ അജണ്ടയിലില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജോസ് കെ മാണി രംഗത്തെത്തുകയും ചെയ്തു. UDFിലേക്കുള്ള ജോസ് കെ മാണിയെ ക്ഷണിച്ച കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് PJ ജോസഫും മോൻസ് ജോസഫും രംഗത്തെത്തിയിരുന്നു. അതിനോടടക്കം വളരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് ചില കണക്കുകൾ സഹിതം ഉദ്ധരിച്ചുകൊണ്ട് വളരെ വിശദമായി ഇന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ച് ചിന്ത പോലും ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ജോസ് കെ മാണിക്ക് ഇത്തരം ഒരു നിലപാട് കനത്ത തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു എന്നതാണ്. ജോസ് കെ മാണിയുടെ പാളയത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സിറ്റിംഗ് MLAമാരായ രണ്ട് പ്രമുഖ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറുവാൻ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇത്തരമൊരു അഭ്യൂഹം സജീവമായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ രണ്ട് MLAമാർക്കും ഒരു കാര്യം വ്യക്തമായിരുന്നു. ഈ രണ്ട് MLAമാർക്ക് മാത്രമല്ല ഒട്ടുമിക്ക രാഷ്ട്രീയ നിരീക്ഷകർക്കും ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിഞ്ഞ വസ്തുത എന്താണെന്ന് വെച്ചാൽ UDFിനൊപ്പമല്ല എങ്കിൽ ഇവർ രണ്ടുപേരും ഇനിയൊരിക്കൽ നിയമസഭയിലെത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമാണെന്നതാണ്. കാരണം അത്രമാത്രം ന്യൂനപക്ഷ ഏകീകരണങ്ങൾ ഇവരുടെ മണ്ഡലത്തിൽ LDFിന് വലിയ തിരിച്ചടിയാകും എന്ന വസ്തുത 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കിയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ മറ്റൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി UDF മുന്നണിയിലേക്ക് എത്തുവാൻ മാത്രം പ്രാമുഖ്യമുള്ളവരല്ല എന്നതിനാൽ തന്നെയാണ് ഇവർ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറുവാൻ ആലോചിക്കുന്നത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഇവരുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ ആശയവും പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾക്കും കൂടുതൽ വേഗത കൈവരിപ്പിക്കുവാനാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലുമാണ് ഇത്തരമൊരു നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൽ നിന്ന് ചുവട് മാറുമ്പോൾ UDFിലുള്ള ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുക എന്നതും അത്ര സുഖകരമായ ഒരു കാര്യമല്ല. കാരണം പല ഘട്ടത്തിലും ജോസഫ് ഗ്രൂപ്പിൻ്റെ നിശിത വിമർശകനായിരുന്നു ജോബ് മൈക്കിൾ. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ PJ ജോസഫിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടത്. എന്നാൽ നിർണായകമായ ഒരു സമയത്ത് PJ ജോസഫിനെ കൈവിട്ട് അദ്ദേഹം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ നിലനിൽക്കുന്നതിനായിട്ടാണ് ജോസ് കെ മാണിക്കൊപ്പം നിലപാടിൽ ഉറച്ചു നിന്നത്. അതിനാൽ തന്നെ PJ ജോസഫ് വീണ്ടും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ വിശ്വാസത്തിലെടുക്കുവാനുള്ള സാധ്യതകളും കുറവാണ്. ഈ രണ്ട് കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഈ രണ്ട് പേരെ സംബന്ധിച്ചും കോൺഗ്രസിലേക്ക് എത്തുക എന്നതാണ് UDFിലേക്ക് എത്തുവാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജോബ് മൈക്കിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ചങ്ങനാശ്ശേരിയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ച ഭൂരിപക്ഷമാണ് മാവേലിക്കര MP ആയി തിരഞ്ഞെടുക്കപ്പെടുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആകെ ഭൂരിപക്ഷത്തേക്കാൾ വലുതായിരുന്നു ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം. അതുപോലെ തന്നെ പൂഞ്ഞാർ മണ്ഡലത്തിൽ മുസ്ലിം ഏകീകരണമാണ് UDFിന് അനുകൂലമായ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് വെല്ലുവിളിയാകുന്നത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടോമി കല്ലാനി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് ഈ ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ PC ജോർജ് വിരുദ്ധ വോട്ടുകൾ കൂടുതൽ വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ട് മാത്രമാണ്. ഇത്തവണ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ത്രികോണ പോരാട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന സിറ്റിംഗ് MLA ഈ വോട്ട് ഷിഫ്റ്റിൻ്റെ ഫലമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല എന്നതാണ് വസ്തുത. അതിനാൽ തന്നെ ഈ രണ്ടു പേരും കോൺഗ്രസിലൂടെ UDFിൽ എത്തിച്ചേരുവാനും കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി കൈപ്പത്തി ചിഹ്നത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായുള്ള ചില ചരടുവലികൾ അതിവേഗം തന്നെ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്.
കൃത്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അവർ വേഗം കൂട്ടുന്നതിനും ചില കാരണങ്ങളുണ്ട്. കാരണം 2021 പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും 2021 ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയുമാണ് മത്സരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശങ്ങളിൽ വലിയ വിജയം UDFിനുണ്ടായ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി മോഹികൾ ഈ മണ്ഡലങ്ങളിൽ ഉടൻ തന്നെ സജീവമാകുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് സ്ഥാനാർത്ഥിയായി സ്വയം അവരോധിച്ച് മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ തങ്ങളുടെ നീക്കം വിജയകരമായി തീരൂ എന്നാണ് ഈ രണ്ട് നേതാക്കളും ആഗ്രഹിക്കുന്നതെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഈ രണ്ട് നേതാക്കൾ മാത്രമാവില്ല അദ്ദേഹത്തെ കൈവിടാൻ പോകുന്നതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിർണായകമായ ഈ സന്ധിയിൽ ഇടുക്കിയിലടക്കം LDFിന് വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ UDFിന് മഹാവിജയമുണ്ടായ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ MLA പോലും നിലപാടിൽ ഒരു പുനഃപരിശോധന ആവശ്യപ്പെടുവാനുള്ള സാധ്യതകൾ ശക്തമാണ്. N ജയരാജിനെ സംബന്ധിച്ചിടത്തോളവും പണ്ടത്തേതുപോലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഇപ്പോൾ സേഫാണ് എന്ന് പറയാൻ കഴിയുകയില്ല. ഒരിക്കലും UDFിന് വിജയം പ്രാപ്യമാവില്ല എന്ന് വിലയിരുത്തപ്പെട്ട പല സ്ഥലങ്ങളും, കൃത്യമായി പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലടക്കം ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത് ഒരു ആപൽ സൂചനയായി N ജയരാജും കണ്ടറിയുന്നുണ്ട് എന്നതാണ് വസ്തുത. അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജോസ് കെ മാണിക്കൊപ്പമുള്ള 5 MLAമാരിൽ പ്രമോദ് നാരായണൻ ഒഴികെ മറ്റാരും അദ്ദേഹത്തിനൊപ്പം ഇടതുപാളയത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രമോദ് നാരായണനെ സംബന്ധിച്ചിടത്തോളം UDFിലേക്ക് എത്തിച്ചേരുന്നതിനേക്കാൾ സുഗമമായി സുരക്ഷിതമായി റാന്നിയിൽ ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കുവാൻ കഴിയുന്ന സാഹചര്യം ഇടതുമുന്നണിക്കൊപ്പം നിന്നാലാണ്. റാന്നി 25 വർഷക്കാലമായി CPM ചിഹ്നത്തിൽ രാജു എബ്രഹാം വിജയിച്ചു കയറിയ മണ്ഡലമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രമോദ് നാരായണൻ മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. CPMന് റാന്നി മണ്ഡലത്തിൽ സുശക്തമായ ഒരു സംഘടനാ സംവിധാനവും നിലകൊള്ളുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നത് കൊണ്ട് മാത്രം പ്രമോദ് നാരായണൻ ഒരുപക്ഷെ ജോസ് കെ മാണിക്കൊപ്പം അവസാന നിമിഷം വരെയും അടിയുറച്ചു നിൽക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. എന്നാൽ മറ്റ് 4 പേരും ആടി നിൽക്കുന്ന അംഗങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസനീയമായി പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളും കൃത്യമായി കോൺഗ്രസിൻ്റെ പാളയത്തിലൂടെ UDF പ്രവേശനം ആഗ്രഹിക്കുകയാണ്. റോഷി അഗസ്റ്റിനും N ജയരാജും ഒരു രാഷ്ട്രീയ നീക്കത്തിന് മുതിർന്നുകൊണ്ട് പാർട്ടിയെ പിളർത്തുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും റോഷിയും ജയരാജും പാർട്ടിയെ പിളർത്തുവാൻ ഒരുങ്ങുമോ എന്നുപോലും നോക്കി നിൽക്കാതെയാണ് കുളത്തുങ്കലും ജോബ് മൈക്കിളും ഇപ്പോൾ ഈ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന നാളുകൾ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് 2030 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ MP പദവി ഉള്ളതിനാൽ ഉടനടി മുന്നണി മാറണമെന്ന നിർബന്ധമൊന്നുമില്ല. 2026 UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ പോലും 2031 അധികാര തുടർച്ച ആഗ്രഹിക്കുന്ന UDF തീർച്ചയായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് എല്ലാ ഘട്ടത്തിലും സ്വാഗതം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ സജീവമാണ്. 2026 അധികാരത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന PJ ജോസഫിനും മോൻസ് ജോസഫിനും ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിരോധിക്കുന്ന അത്ര തീക്ഷ്ണതയോടുകൂടി മാണി ഗ്രൂപ്പിൻ്റെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട് എന്നതിനാൽ തന്നെ ജോസ് കെ മാണി തൻ്റെ രാജ്യസഭാ കാലാവധി തീരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ മണ്ഡലമാറ്റത്തെക്കുറിച്ച് ആലോചിക്കുക. അല്ലെങ്കിൽ 2029 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ജോസ് കെ മാണി ഒരുപക്ഷെ മണ്ഡലമാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം നമുക്ക് ഉറപ്പായും പറയാൻ കഴിയുന്നത് ജോസ് കെ മാണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങാനുള്ള സാധ്യതകൾ വളരെ വിരളമാകുന്നു എന്നതാണ്. കാരണം പാലായെ സംബന്ധിച്ചും കടുത്തുരുത്തിയെ സംബന്ധിച്ചും UDFിന് വലിയ മുന്നേറ്റമാണ് ഈ 2 നിയോജക മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ LDFിൻ്റെ പ്രതിനിധിയായി ഈ 2-ലേത് നിയോജക മണ്ഡലത്തിൽ ഇറങ്ങിയാലും ജോസ് കെ മാണിക്ക് 2021 സമാനമായ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ഭയം അല്ലെങ്കിൽ വിലയിരുത്തലുകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുവാനുള്ള സാധ്യതകൾ സജീവമാകുകയാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മാണി ഗ്രൂപ്പിലുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.